പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിനിറ്റ്, കരുവാരകുണ്ട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. 8ാം മാസമാണ് അവൾ ഉണ്ടായത്. ആദ്യത്തെ 1 മാസം NICUലായിരുന്നു. രണ്ടാമത്തെ NICU ജസ്റ്റ് വീട്ടിലേക്ക് വന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചൊരു രാത്രി ഒരു 8-8:30 മുതൽ വെളുപ്പിന് 3:30-4 മണി വരെ കണ്ടിന്യൂസ് കരച്ചിലാണ്. എന്ത് ചെയ്താലും കരച്ചിൽ മാറില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. അവരൊക്കെ പറഞ്ഞു 90 ദിവസം തികയുന്നിടം വരെ കുഞ്ഞുങ്ങൾ സാധാരണ ചിലപ്പോൾ ഇങ്ങനെ കരയും. പക്ഷെ ഇത് സാധാരണ കുട്ടികൾ കരയുന്ന പോലെയല്ല, വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ തുടങ്ങിയ കൊച്ചു പിന്നെ തളർന്ന് കിടന്നുറങ്ങും. വെയിറ്റ് ആണെങ്കിൽ കുട്ടിയുടെ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. അപ്പം അങ്ങനെ വന്ന് അടുത്തുള്ള പള്ളിയിൽ കൊണ്ടുപോയി തലയെ തൊട്ട് പ്രാർത്ഥിപ്പിച്ചു അച്ഛന്മാരെ കൊണ്ട്. എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ ആ രാത്രികളിൽ അത്ഭുത ജപമാല വെക്കും. അങ്ങനെ അതിൽ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ വന്നു കഴിയുമ്പം കൊച്ച് തന്നെ ശാന്തമാകും. അങ്ങനെ കുറേ ദിവസം അങ്ങനെ അത്ഭുത ജപമാല വഴി ദിവസങ്ങൾ തള്ളി നീക്കി. ഇപ്പോൾ കൊച്ച് വല്ലാണ്ട് വെയിറ്റ് കുറയുന്നത്, നമുക്ക് വേറെ ഒരു ആരോഗ്യം കുറയുന്നു, അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ശനിയാഴ്ച ഏകദിനത്തിന് ഇവിടെ കൊണ്ടുവന്ന ആരാധനയിലൊക്കെ ഇങ്ങനെ പങ്കെടുത്തു. ഇവിടെ വന്നപ്പം എനിക്കിനി ഇത് അവസാന ഒരു മാർഗ്ഗമാണ്, ഇതിവിടെ കഴിഞ്ഞ ലാസ്റ്റ് വാതിലാണ് എനിക്ക് മുട്ടാൻ. ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതെൻ്റെ അവസാനത്തെ മാർഗ്ഗമാണ്, ഇവിടുന്ന് രക്ഷയില്ലെങ്കിൽ പിന്നെ എനിക്കിനി രക്ഷയില്ല. അങ്ങനെ ഞാനിങ്ങനെ കരയാണ്. എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കൊച്ചുണ്ട്. അങ്ങനെ പ്രെയർ കഴിഞ്ഞപ്പം തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് കൊച്ചിനെ കൊണ്ടുവന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ കരയാണ്. അപ്പം അച്ഛൻ കൊച്ചിനെ തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 90 ദിവസം അത്ഭുത ജപമാല കാണണം, കൂടി പ്രാർത്ഥിക്കണം, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പം ഒരു നിയോഗം പറയണം, ഈ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റി തരുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. ഞാനങ്ങനെ നേർച്ച നേർന്നിട്ട് പോകുന്ന വഴിക്ക് 90 ദിവസം പ്രാർത്ഥിക്കണം അച്ഛൻ പറഞ്ഞു. ഇനി അപ്പോഴേ മാറുള്ളൂ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അന്ന് ഞാൻ അത്ഭുത ജപമാല കൂടി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് ആ കരച്ചിലുണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി. രണ്ടാമത് അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു നേർച്ച നേർന്നു. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുവാണെങ്കിൽ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കെമിസ്ട്രി ലിസ്റ്റിലുണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ 1 മാസത്തെ ശമ്പളം എൽ റൂഹയ്ക്ക് ഞാൻ തന്നോളാന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ നവംബർ 21-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചു. ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് 1000 നന്ദി. ശക്തമായിട്ട് കൈകളടിച്ച് കർത്താവിനോട് നന്ദി പറയാം. അത്ഭുത ജപമാലയുടെ മറ്റൊരു സാക്ഷിയാണ് നമ്മളിപ്പോൾ കേട്ടത്.